നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. LDC കൊല്ലം കണ്ണൂർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ സോഴ്സിന്റെ ഡിസ്കഷനാണ്. ആദ്യത്തെ പാർട്ട് ഒരു 25 ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് PSC ചോദിച്ചത്, ഏത് ഏരിയാസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്, അത് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടേക്കാം. ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. ഈ 2 പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ഈ ചോദ്യം വന്നിരിക്കുന്നത് +1 SCERT NCERT പൊളിറ്റിക്കൽ സയൻസ് ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ. അടുത്ത ചോദ്യം, കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. അപ്പൊ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് +1 SCERT NCERT പൊളിറ്റിക്കൽ സയൻസ് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അടുത്ത ചോദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ശരി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റംഗങ്ങളും തുല്യ അധികാരങ്ങളാണ് അവർക്ക് 2 പേർക്കും ഉള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇത് 3ഉം ശരിയാണ്. ഈ ചോദ്യവും നേരത്തെ പറഞ്ഞ സെയിം ചാപ്റ്റർ +1 SCERT NCERT പൊളിറ്റിക്കൽ സയൻസ് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യവും ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. അപ്പോൾ ഈ ചോദ്യം +1 SCERT NCERT പൊളിറ്റിക്കൽ സയൻസ് കാര്യനിർവഹണ വിഭാഗം എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അടുത്ത 30ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ഇത് 73ാം ഭരണഘടനാ ഭേദഗതി പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. കൂടാതെ +1 SCERT NCERT പൊളിറ്റിക്കൽ സയൻസ് പ്രാദേശിക ഗവൺമെന്റ് എന്ന ചാപ്റ്ററിലും ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. ഇത് 3ഉം ശരിയാണ്. കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നു. പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഒരുപാട് റെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആഡ് ചെയ്തതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ഇത് നമ്മൾ ജനറലായിട്ട് പഠിക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയെ പറ്റിയും ഗവർണറെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണെന്ന് പഠിക്കും. ഗവർണർ ആരെയൊക്കെ നിയമിക്കുന്നു അതിൽ വരുന്നതാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമിക്കുന്നത്. അപ്പോൾ ഉത്തരം 1ഉം 2ഉം ആണ്. 1ഉം 2ഉം, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ഇതും ഗവർണറെ പറ്റിയുള്ള ഫാക്ട്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ചുമതലയൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അതിൽ വരുന്ന ജനറൽ ഫാക്റ്റ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്? മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ശരീര താപനില നിയന്ത്രിക്കുക എന്നതാണ്. ശരീര താപനില നിയന്ത്രിക്കുക. ഈ ചോദ്യം SCERT 9th സ്റ്റാൻഡേർഡ് ബയോളജി
ആഹാരം അന്നപഥത്തിൽ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആഹാരം അന്നപഥത്തിൽ. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോപോറോസിസ്. ഓസ്റ്റിയോപോറോസിസ്. 9th സ്റ്റാൻഡേർഡ് SCERT ബയോളജി ചലനത്തിന്റെ ജീവശാസ്ത്രം എന്ന ചാപ്റ്റർ. ചലനത്തിന്റെ ജീവശാസ്ത്രം. അതിൽ അസ്ഥികളെയും സന്ധികളെയും പേശികളെയും ഒക്കെ ബാധിക്കുന്ന രോഗങ്ങളെ പറ്റി കൊടുത്തിട്ടുണ്ട്. അതിൽ ഓസ്റ്റിയോപോറോസിസ് കാൽസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണെന്ന് കൊടുത്തിട്ടുണ്ട്. 36. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകൾ. ഭൂമിയുടെ വൃക്ക, ഭൂമിയുടെ ശ്വാസകോശം എല്ലാം നമ്മൾ ബയോളജിയിൽ കുറച്ച് അപരനാമങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളാണെന്ന് ഓർക്കുക. ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? അപൂരിത കൊഴുപ്പ്. അപൂരിത കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്. കൊഴുപ്പിന്റെ ഒരു ഫോമാണ് കൊളസ്ട്രോൾ. അപ്പോൾ ഈ ചോദ്യം +1 NCERT ബയോളജി ജൈവ തന്മാത്രകൾ എന്ന ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട്. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? അപൂരിത കൊഴുപ്പാണ്. ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ CRISPR-Cas9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? ക്യാൻസർ ചികിത്സയിലാണ്. ക്യാൻസർ ചികിത്സ. ഇത് 10th സ്റ്റാൻഡേർഡ് SCERT ബയോളജി നാളെയുടെ ജനിതകം എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. നാളെയുടെ ജനിതകം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഈ ചോദ്യം 9th സ്റ്റാൻഡേർഡ് SCERT ബയോളജി ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ ധമനി ആർട്ടറി ഏതാ? മഹാധമനി അഥവാ അയോർട്ടയാണ്. അയോർട്ട. അടുത്ത ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്റ്റി ആണ്. 10th സ്റ്റാൻഡേർഡ് SCERT ബയോളജി അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്റ്റി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. ജനറലായിട്ട് പഠിക്കുന്ന കാര്യമാണ്. ജനറലായിട്ട് പഠിക്കുന്നതാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ഇതിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? 1ഉം 3ഉം ആണ്. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ഓക്കെ. ഈ ചോദ്യം 9th സ്റ്റാൻഡേർഡ് SCERT ഫിസിക്സ് ഗുരുത്വാകർഷണം എന്ന ചാപ്റ്ററിന് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നത് കൊടുത്തിട്ടുണ്ട്. ഗുരുത്വാകർഷണം എന്ന ചാപ്റ്റർ ആണ്. അടുത്തത്, h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം അതായത് h/2 സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം 1:1 ആയിരിക്കും. സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mgh. ഗതികോർജം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 12mv². പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോഴുള്ള സ്ഥിതികോർജത്തിന്റെയും ഗതികോർജത്തിന്റെയും അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ h എന്താകും? h/2 ആകും. ഇതിന് നമുക്കൊന്ന് അറേഞ്ച് ചെയ്താൽ 12mgh എന്ന് എഴുതാമല്ലോ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തെന്ന് കിട്ടി? 12mgh എന്ന് കിട്ടി. ഇനി കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 12mv² ആണ്. മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ അനുസരിച്ച് v² - u² ഈസ് ഈക്വൽ ടു 2as. ചലന നിയമത്തിലെ മൂന്നാമത്തെ ഇക്വേഷൻ അനുസരിച്ച് v² - u² ഈക്വൽ ടു 2as ആണല്ലോ. v² എന്നത് ഫൈനൽ വെലോസിറ്റി, u² എന്നത് ഇനിഷ്യൽ വെലോസിറ്റി, a എന്നത് ആക്സിലറേഷൻ, s എന്നത് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ s എത്ര ദൂരം സഞ്ചരിച്ചു? h/2 അല്ലേ. അപ്പോൾ എസിന്റെ വാല്യൂ എന്താണ്? h/2. അപ്പോൾ 2. ഇനി a എന്ന് പറയുന്നത് താഴേക്ക് വരുന്ന വസ്തു അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എക്ക് തുല്യം. അപ്പോൾ എക്ക് പകരം നമുക്ക് g എന്ന് കൊടുക്കാം. ഇനി s ഡിസ്പ്ലേസ്മെന്റിന് പകരം എന്തെന്ന് കൊടുക്കാം? എത്ര ഡിസ്റ്റൻസ് ആണ് സഞ്ചരിച്ചത്? h/2 ഡിസ്റ്റൻസ് ആണ് സഞ്ചരിച്ചത്. ഫൈനൽ വെലോസിറ്റി v². ഇനിഷ്യലി വെലോസിറ്റി എന്തായിരുന്നു? 0 ആയിരുന്നു. അപ്പോൾ v² ഈക്വൽ ടു 2gh/2 എന്ന് വരും. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ v² ഈക്വൽ ടു എന്ത് വരും? gh എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 12mv².
ദാറ്റ് ഈസ് ഹാഫ് എം ഇൻറ്റു വി സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം, ജി എച്ച് എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി എന്തോ കിട്ടി, ഹാഫ് എം ജി എച്ച് എന്ന് കിട്ടി. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയും ഹാഫ് എം ജി എച്ച്, കൈനറ്റിക് എനർജിയും എന്തുവാ, ഹാഫ് എം ജി എച്ച്. ഓക്കെ, അപ്പൊ അതിന്റെ അനുപാതം എന്ന് പറയുമ്പോൾ റേഷ്യോ എടുക്കുക. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും, രണ്ടും ക്യാൻസൽ ആയി പോകത്തില്ലേ, 1:1 അങ്ങനെയാണ് 1:1 കിട്ടിയത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, വായു, ശുദ്ധജലം, സമുദ്രജലം. ഈ ചോദ്യം വന്നിരിക്കുന്നത് 9th സ്റ്റാൻഡേർഡ് SCERT ഫിസിക്സ് തരംഗ ചലനം എന്ന ചാപ്റ്ററിൽ നിന്നാണ്. തരംഗ ചലനം. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം, ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്, 1%. 1%. കറണ്ട് അഫെയർ ആണ് ആദിത്യ L1. ചന്ദ്രയാൻ 3, ആദിത്യ L1 എപ്പോഴും എല്ലാ പരീക്ഷയിലും ചോദിക്കാറുണ്ട്, നന്നായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോഴ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയാസ് തന്നെ റിപ്പീറ്റ് ചെയ്യണം എന്നില്ല, ഈ ഏരിയാസും ചോദിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 വീഡിയോയും ക്ലിയർ ആയല്ലോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.